കോപ്പ അമേരിക്കയിൽ അർജന്റീന ക്വാർട്ടറിൽ ചിലിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. 88-ാം മിനിറ്റിൽ ലൗട്ടാറോ മാർട്ടിനസ് ആണ് വിജയ ഗോൾ നേടിയത്. വിവരങ്ങൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുജീഷ് വി രവീന്ദ്രൻ നൽകും. രുജീഷ്, അർജന്റീന ക്വാർട്ടറിലെത്തിയിരിക്കുകയാണ്, ചിലിയെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? എന്തായാലും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കോപ്പ കിരീടം നിലനിർത്താൻ ഒരുങ്ങുകയാണ്. അതിന്റെ ആധികാരികമായി തന്നെ നോക്കൌട്ടിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരുത്തരായ ചിലെ ഒരു ഗോളിനാണ് ജയം എങ്കിൽ കൂടി നമുക്കറിയാം, കഴിഞ്ഞ 2 തവണ അർജന്റീന കിരീടം നേടുന്നതിന് മുമ്പ് 2015-ലും 2016-ലും 2 തവണ ചിലെ അർജന്റീനയെ ഫൈനലിൽ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. അതിനൊരു പകരം വീട്ടാൻ കൂടി അർജന്റീനയ്ക്ക് ഈ അവസരത്തിലായി. എന്തായാലും തുടർച്ചയായ 2 മത്സരങ്ങൾ ജയിച്ച് അർജന്റീന ആധികാരികമായി തന്നെ നോക്കൌട്ടിലേക്ക് എത്തിയിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഒരു ഫുട്ബോൾ തന്നെയാണ് അർജന്റീന തുടങ്ങി വെച്ചത്. പക്ഷേ ഗോളിലേക്ക് എത്താൻ പലപ്പോഴും സാധിച്ചില്ല. ഈ മത്സരത്തിൽ ആകെ 22 ഷോട്ടുകൾ അർജന്റീന താരങ്ങൾ ചിലി പോസ്റ്റിലേക്ക് തൊടുത്തു. പക്ഷേ അത് ഒന്നും ഗോളാകുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ മത്സരം തീരാൻ വെറും 2 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ 88-ാം മിനിറ്റിൽ മെസ്സി എടുത്ത ഒരു കോർണർ കിക്കിൽ നിന്നായിരുന്നു ലൗട്ടാറോ മാർട്ടിനസിന്റെ ഗോൾ പിറന്നത്. എന്തായാലും ആധികാരികമായി 2 മത്സരങ്ങളിൽ ജയിച്ചുകൊണ്ട് അർജന്റീന നോക്കൌട്ടിലേക്ക് എത്തുന്നു. സമീപകാലത്ത് ഗോൾ നേടാത്തതിൽ വലിയ വിമർശനം നേരിട്ട താരമായ ലൗട്ടാറോ മാർട്ടിനസ് ഫോമിലേക്ക് മടങ്ങിയെത്തിയെന്നതും അർജന്റീനക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതാണ്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രുജീഷ് വി രവീന്ദ്രൻ.